ശരിക്കും കേട്ടിട്ട് തൊലിയുരിയുന്നു. തമിഴ്നാടിനെയും കർണാടക, ആന്ധ്ര തുടങ്ങിയ നമ്മുടെ അയൽ സംസ്ഥാന ധനമന്ത്രിമാരെക്കുറിച്ച് അഭിമാനവും ആദരവും തോന്നുന്നു. വിഷയം കേന്ദ്ര ബജറ്റിന് മുൻപ് നിർമ്മല സീതാരാമന്റെ മുന്നിൽ പോയിരുന്ന് വയറ്റത്തടിച്ചെന്ന രീതിയിൽ 24,000 കോടി ചോദിച്ച കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാലാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മറ്റ് സംസ്ഥാനക്കാരുമുള്ള വേദി എന്നുപോലും ഓർക്കണമായിരുന്നു. ദാരിദ്ര്യം നന്നായി അവതരിപ്പിച്ച് വയറ്റത്തടിച്ചും കരഞ്ഞും കാട്ടിയാൽ യോഗത്തിൽ നിർമ്മല സീതാരാമന്റെ മനസ്സലിയുമെന്ന് കേരളത്തിന്റെ ധനമന്ത്രിക്ക് ഉപദേശിച്ചു വിട്ട ആളുകളെ പിടിച്ചു വേണം ചികിത്സ നടത്താൻ. എന്തായാലും ഓരോ മലയാളിയും ദില്ലിയിൽ നിർമ്മല സീതാരാമന്റെ മീറ്റിംഗിൽ നടന്ന കാര്യം കേൾക്കുക. വീഡിയോ മുഴുവൻ കേൾക്കണം. കേരളത്തിലെ ഓരോ രൂപയും നികുതി നൽകുന്ന എല്ലാവരും. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനുമായുള്ള കേന്ദ്ര ബജറ്റിന് മുമ്പുള്ള ചർച്ചയിൽ കേരളം ഉന്നയിച്ച ആവശ്യം ഓരോ മലയാളിയും അറിയണം. കേരളത്തിന് 24,000 കോടി രൂപയുടെ പ്രത്യേക സാമ്പത്തിക പാക്കേജ് അനുവദിക്കണമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആവശ്യപ്പെട്ടു എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പത്രക്കുറിപ്പിൽ അറിയിച്ചത്. ഈ 2,400 അല്ല, 24,000 കോടി, അതായത് 1,00,000 കോടി രൂപ എന്തിനാണ് എന്നും പറയുന്നു. നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ 2 വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത് എന്നും സംസ്ഥാന സർക്കാരിന്റെ പത്രക്കുറിപ്പ്. എല്ലാ മാധ്യമങ്ങളും ഈ പത്രക്കുറിപ്പ് വായിച്ച് ജനത്തെ അറിയിച്ചു പോകുമ്പോൾ കർമ്മ ന്യൂസ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി നോക്കുകയും മലയാളികളെ അറിയിക്കുകയുമാണ്. കേരളത്തിന് പുറത്ത് എന്ത് നടക്കുന്നു എന്ന് അറിയണമല്ലോ. ആന്ധ്രാപ്രദേശും ഛത്തീസ്ഗഡും ശനിയാഴ്ച പുതിയ സംസ്ഥാന തലസ്ഥാനങ്ങൾ വികസിപ്പിക്കുന്നതിന് സഹായം തേടി. പുതിയ നിർമ്മാണങ്ങൾ നടത്താനും പുതിയ സിറ്റി ഉണ്ടാക്കാനുമാണ് കേന്ദ്ര സഹായം തേടിയത്. ആന്ധ്ര സംസ്ഥാന ധനകാര്യമന്ത്രി നിർമ്മാണം ഉൾപ്പെടെ നിരവധി പദ്ധതികൾക്ക് പിന്തുണ തേടി കേന്ദ്രത്തിൽ നിന്നും 10,000 കോടികൾ ആവശ്യപ്പെട്ടു. അതും പദ്ധതിക്കും നിർമ്മാണങ്ങൾക്കും അമരാവതിയിൽ പുതിയ തലസ്ഥാനം, പോളവാരം അണക്കെട്ട് പദ്ധതി, ഇതെല്ലാം ആന്ധ്ര മുന്നോട്ട് വെച്ചു. ഛത്തീസ്ഗഡ് പോലുള്ള സംസ്ഥാനങ്ങളും ആഭ്യന്തര വിപണിയിൽ ആവശ്യത്തിന് വിതരണം ഉറപ്പാക്കാൻ നിരോധിച്ച അരിയുടെയും മറ്റു കാർഷിക ഉൽപ്പന്നങ്ങളുടെയും കയറ്റുമതി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തണം എന്ന് ആവശ്യപ്പെട്ടു. അതും ഉൽപാദനപരവും നയപരവുമായ മാറ്റത്തിലൂടെ സംസ്ഥാനങ്ങൾക്ക് അധിക വരുമാനം ഉണ്ടാക്കാൻ എന്നോർക്കണം. ഛത്തീസ്ഗഡ് നയ റായ്പൂർ സിറ്റി വികസനത്തിന് ഫണ്ട് ചോദിച്ചു. കേരളത്തിന്റെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് പുതിയ പദ്ധതികൾക്ക് പണം ആവശ്യപ്പെട്ടു. നോക്കുക, എം.കെ. സ്റ്റാലിൻ ചോദിച്ചത് ഒറ്റ പദ്ധതിക്ക് മാത്രം 63,000 കോടി രൂപയാണ്. ചെന്നൈ മെട്രോ റെയിലിന്റെ 2ാം ഘട്ടത്തിനും മറ്റു പദ്ധതികൾക്കുമുള്ള ഫണ്ടിനും 63,000 കോടി രൂപയുടെ ബജറ്റ് വിഹിതം തമിഴ്നാട് FM തങ്കം തേനരസു ആവശ്യപ്പെട്ടു. ഇന്ത്യയിലെ ഏറ്റവും വമ്പൻ പദ്ധതിക്ക് പണം ചോദിച്ചതും ഒരുപക്ഷെ പിണറായി വിജയന്റെ സുഹൃത്തു കൂടിയായ എം.കെ. സ്റ്റാലിൻ തന്നെ. തമിഴ്നാടിനെ മാറ്റിമറിക്കാനും ജനകീയ സൗകര്യത്തിനും വൻ വരുമാന വർധനവിനുമെല്ലാം കാരണമാകും. നിലവിലെ പദ്ധതികളിൽ ചിലത് വികസിപ്പിക്കാനും പണം ചോദിച്ചു. അതും നല്ലത് തന്നെ. ഉൽപാദനപരവും വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ അടിസ്ഥാന വികസനത്തിന് ഫണ്ട് ചോദിച്ചു എന്ന് മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. ഇനി ഹരിയാന സംസ്ഥാനം പണം ചോദിച്ചത് എന്തിന് എന്ന് നോക്കുക. 1,600 കോടി രൂപ ചെലവിൽ പൽവാൽ മുതൽ സോനിപത്ത് വരെയുള്ള 122 കിലോമീറ്റർ ഹരിയാന ഓർബിറ്റൽ റെയിൽ ഇടനാഴിയും ഡൽഹി പാനിപ്പത്ത് അതിവേഗ റെയിൽ ഇടനാഴിയും ഉൾപ്പെടെ NCRൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് കേന്ദ്രത്തോട് ഹരിയാന പണം ചോദിച്ചു. ഈ പദ്ധതികൾക്കായി ഹരിയാന മന്ത്രി FM ജയപ്രകാശ് ദലാൽ ശനിയാഴ്ച പ്രത്യേക ഗ്രാന്റ് സഹായം തേടി. അതും എത്ര നല്ല കാര്യവും ജനോപകാരപ്രദവും വരുമാനം വർദ്ധിപ്പിക്കാനും കാരണമാകുന്നത് എന്നും കാണാം. കാര്യങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ കേരളം പണം ചോദിച്ചത് എന്തിന് എന്ന് കൃത്യമായി മന്ത്രി പറഞ്ഞത് കൂടാതെ NDTVയും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. പണലഭ്യത പ്രതിസന്ധി മറികടക്കാൻ കേരളം 24,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജ് ആവശ്യപ്പെട്ടു എന്നാണ് NDTVയും പറയുന്നത്. കേരള ധനകാര്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പിൽ തന്നെ പറയുന്നത് ഒന്നുകൂടി ഉദ്ധരിക്കാം. നിലവിലെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രയാസങ്ങൾ മറികടക്കാൻ ഉതകുന്ന നിലയിൽ 2 വർഷ കാലയളവിലെ പ്രത്യേക സാമ്പത്തിക സഹായമാണ് കേരളം തേടിയത്. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ പ്രീ ബജറ്റ് ചർച്ചകളുടെ ഭാഗമായി വിളിച്ചു ചേർത്ത സംസ്ഥാന ധനകാര്യമന്ത്രിമാരുടെ യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. അതായത് നാണമില്ലേ, ശമ്പളം കൊടുക്കാനും പെൻഷൻ നൽകാനും വാങ്ങിയ കടങ്ങളുടെ പലിശ അടയ്ക്കാനും ഒക്കെ ഇങ്ങനെ 24,000 കോടി കേന്ദ്രത്തോട് യാചിക്കാൻ? കേന്ദ്ര സർക്കാർ എന്താ മണ്ടന്മാരാണോ? ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് പണം തരാനും വിത്തിന് വെച്ചതെടുത്ത് തിന്നുന്നവർക്ക് പണം കൊടുക്കാനും പദ്ധതികളില്ല, വികസന അജണ്ടകളില്ല. എല്ലാ സംസ്ഥാനവും അവരുടെ ക്യാപിറ്റൽ സിറ്റി വികസിപ്പിക്കാൻ 10,000 കോടികൾ ചോദിച്ചു. തിരുവനന്തപുരത്തെ വെള്ളപ്പൊക്കം മാറ്റാനും നവീകരിക്കാനും എത്ര 1,000 കോടി ചോദിച്ചാലും കിട്ടുമായിരുന്നു. എന്നാൽ പദ്ധതിയും മറ്റും ഉണ്ടാക്കി നൽകി മാസങ്ങൾക്ക് മുൻപേ ഫയൽ വർക്ക് തുടങ്ങേണ്ട മേയറും ഭർത്താവ് MLAയും ബസ് തടയലും വിവാദമുണ്ടാക്കലും ഒക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. എന്തുകൊണ്ട് കേരളത്തിലെ 3 സിറ്റികൾ, അതായത് തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് വികസനത്തിന് ഒരു 20,000 കോടി ചോദിച്ചില്ല?
എന്തുകൊണ്ട് തിരുവനന്തപുരം കോഴിക്കോട് നഗരത്തിലെ മെട്രോയ്ക്ക് പണം ചോദിച്ചില്ല? എന്തുകൊണ്ട് കണ്ണൂർ വിമാനത്താവള റോഡുകൾക്ക് പണം ചോദിച്ചില്ല? എന്തുകൊണ്ട് തിരുവനന്തപുരം ഷൊർണൂർ ജലപാതയ്ക്ക് പണം ചോദിച്ചില്ല? കേരളത്തിൽ മലബാറിൽ ഒരു സ്മാർട്ട് സിറ്റിക്ക് പണം ചോദിച്ചില്ല? പുതിയ മെഡിക്കൽ കോളേജ് വയനാട്ടിൽ പണയാൻ ഒരു 2000 കോടി ചോദിച്ചില്ല? ഇങ്ങനെ പലിശയ്ക്കും ശമ്പളം നൽകാനും പണം ചോദിച്ചാൽ കിട്ടുമോ? കാത്തിരുന്ന് കാണാം. കേരള ധനമന്ത്രി കേരളത്തിന്റെ ദാരിദ്ര്യം പറഞ്ഞ് കേന്ദ്രം വിളിച്ച യോഗത്തിൽ വയറ്റത്തടിച്ചു കരയുന്ന രീതിയിലായിരുന്നു. കോവിഡ് ആഘാതത്തിൽ നിന്ന് കരകയറാനായില്ല. കടം വാങ്ങാനും പലിശയ്ക്ക് പണം മേടിക്കാനും കേന്ദ്രം അനുമതി തരുന്നില്ല. പബ്ലിക് അക്കൗണ്ടിലെ തുകയും സർക്കാർ സ്ഥാപനങ്ങൾ എടുക്കുന്ന വായ്പയും സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽപ്പെടുത്തി വായ്പാനുവാദത്തിൽ വെട്ടിക്കുറവ് വരുത്തുന്നു. അടുത്ത വർഷവും 5710 കോടി രൂപ വീതമാണ് വായ്പയിൽ കുറയുന്നത്. കിഫ്ബിയുടെയും പെൻഷൻ കമ്പനിയുടെയും മുൻകാല കടങ്ങളെ ഈ വർഷത്തെയും അടുത്ത വർഷത്തെയും വായ്പാ അനുവാദത്തിൽ നിന്ന് കുറയ്ക്കുന്നു. ദേശീയപാതയ്ക്ക് കേരളം വഹിക്കുന്ന പണമെങ്കിലും കടം മേടിക്കാൻ അനുവദിക്കണം. നോക്കുക, ഇതെല്ലാം പറയുമ്പോൾ തന്നെ ഒരു മലയാളിക്ക് തമിഴന്റെയും കർണാടകക്കാരന്റെയും ആന്ധ്രാക്കാരന്റെയും ഒക്കെ ഒപ്പം ഇരുന്ന് ദേശീയ വാർത്തകൾ കേൾക്കാൻ തന്നെ നാണക്കേടാകും. കേരളം കരയുകയാണ്. കോവിഡ് പോയിട്ട് വർഷം 3 കഴിഞ്ഞിട്ടും കോവിഡിന്റെ പേരിൽ കാശ് ചോദിക്കുന്നു, ഇറക്കുന്നു. ഇതൊക്കെ എന്ത് ഭരണമാണ് എന്ന് ഇന്ത്യക്കാർ, പ്രത്യേകിച്ച് നിർമ്മല സീതാരാമൻ മൂക്കത്ത് വിരൽ വെക്കില്ലേ? ആകെ നാണക്കേടല്ലേ ഇങ്ങനെ മലയാളികളെ മുഴുവൻ കഴിവില്ലാത്തവർ എന്ന് ദില്ലിയിൽ പോയി അവതരിപ്പിക്കാൻ? ഇനിയുള്ള ആവശ്യം നോക്കുക. കേന്ദ്ര മീറ്റിംഗിൽ കേരളത്തിന്റെ ധനമന്ത്രി ബാലഗോപാൽ പറഞ്ഞത് ഇങ്ങനെ: ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്ക് കീഴിലെ ഭക്ഷ്യധാന്യങ്ങളുടെ സംസ്ഥാനാന്തര ചരക്കുകൂലിയും കൈകാര്യച്ചെലവും റേഷൻ വ്യാപാരികളുടെ കമ്മീഷനും വർദ്ധിപ്പിക്കണം. ആശ, അങ്കണവാടി ഉൾപ്പെടെ വിവിധ സ്കീം തൊഴിലാളികളുടെയും പ്രവർത്തകരുടെയും ഓണറേറിയം ഉയർത്തണം. NSAPയിലെ ക്ഷേമ പെൻഷൻ തുകകൾ, സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിയിലെ പാചക ചെലവ്, ഭവന നിർമ്മാണ പദ്ധതികളിലെ കേന്ദ്ര സർക്കാർ വിഹിതം തുടങ്ങിയവയും ഉയർത്തണം. നോക്കുക, ഇതിലൊക്കെ 10 പൈസയുടെ ഉപകാരം പൊതുജനത്തിനുണ്ടോ? കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ വളരുന്നുണ്ടോ? മലയാളികളുടെ വരുമാനം കൂടുന്ന കാര്യങ്ങളാണോ ഇത്? സംസ്ഥാന വരുമാനം കൂട്ടുന്ന കാര്യങ്ങളാണോ ഇതൊക്കെ? തെണ്ടി തിന്നാൻ യാചിക്കുകയാണ് കേരളം. ഇച്ചിരി പണം തരൂ, കൂടുതൽ കടം വാങ്ങാനും തെണ്ടാനും അനുവദിക്കൂ, കടത്തിന്റെ പലിശ അടയ്ക്കാൻ പണം തരൂ, ജീവിതം മുഴുവൻ കേരളത്തെ സേവിച്ച സീനിയർ പൗരന്മാർക്ക് പെൻഷൻ നൽകാൻ കേന്ദ്രം കാശു തരൂ, സംസ്ഥാനത്തെ സേവിക്കുന്ന ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കേന്ദ്രം സഹായിക്കൂ. ഇങ്ങനെയൊക്കെ ഉൽപാദനപരവും പദ്ധതിപരവും ജനക്ഷേമപരവും അല്ലാത്ത കാര്യങ്ങൾക്ക് പണം ചോദിച്ചാൽ ആര് കാശ് കൊടുക്കും? മുടിഞ്ഞു നിൽക്കുന്നവൻ നിങ്ങളോട് വന്ന് വീണ്ടും കടം ചോദിച്ചാൽ നിങ്ങൾ കൊടുക്കുമോ? എല്ലാ അർത്ഥത്തിലും പിണറായി സർക്കാരിന്റെ ഭരണകാലം കേരള സംസ്ഥാനത്തെ ഭരിച്ചു മുടിപ്പിക്കുക തന്നെയായിരുന്നു. എല്ലാ അർത്ഥത്തിലും. അഴിമതിയുടെ കാര്യത്തിലായാലും, ധൂർത്തിന്റെ കാര്യത്തിലായാലും, അധിക ചിലവിന്റെ കാര്യത്തിലായാലും, ജനങ്ങളെ പട്ടിണി കിട്ട കാര്യത്തിലായാലും, ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ നൽകാത്ത കാര്യത്തിലായാലും, ഇങ്ങനെ അക്കമിട്ട് നിർത്തിയാൽ ഒരുപാട് കാര്യങ്ങൾ പിണറായി സർക്കാരിന്റെ ഭരണകാലത്ത് നമ്മുടെ ജനങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയേണ്ടതുണ്ട്. ശരിക്കും ദുരിതത്തിൽ തന്നെയാണ് പിണറായി സർക്കാരിന്റെ ഈ ഭരണകാലത്ത് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞത്. ആ ദുരിതത്തിന്റെ ഏറ്റവും അവസാന വാക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരിന് മുമ്പിൽ, കേന്ദ്ര ധനകാര്യ വകുപ്പിന് മുന്നിൽ, രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളുടെ മുന്നിലിരുന്ന് ഇപ്പോൾ പിച്ചപാത്രം എടുത്ത് കേരളത്തിന് തെണ്ടേണ്ടി വരുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.